അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി ഷേരി മുളക് ഇട്ടാണ്. അതിനുവേണ്ടി ഒരു 4 ഷേരി നല്ല രീതിയിൽ വെട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ വലിപ്പമില്ല, ഒരു മീഡിയം സൈസുള്ള ഷേരിയാണ്. നമുക്കിനി ഒരു 3 കഷ്ണങ്ങളാക്കി ഇതങ്ങോട്ട് കട്ട് ചെയ്യണം. ഓരോ ഷേരിയും 3 കഷ്ണങ്ങളാക്കി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നല്ല പോലെ ഒരു മുളക് കറി കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. അന്നേരം നമ്മൾ ഷേരി മീനെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പച്ചമുളക്, 4-5 ചുവന്നുള്ളി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, 3-4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കൂടെ ചതച്ചത് ഇത്ര എടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ മീൻകറി അവിടെ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയൊക്കെ നല്ല രീതിയിൽ അവിടെ ചൂടായി കൊണ്ട് വരട്ടെ. അന്നേരം ചട്ടിയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അന്നേരം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഉലുവായും കൊണ്ടിടാം. അന്നേരം ഉലുവായും കടുവും എല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊണ്ടെടുക്കാം. അന്നേരം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടിയേറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കണം. ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറ്റി കൊണ്ടിരിക്കണം. അങ്ങനെ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അല്പം ചാറായിട്ടാണ് ഈ മീൻകറി അങ്ങോട്ട് റെഡിയാക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2 അല്ലി കുടംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കണം. അന്നേരം നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ വെട്ടി അവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് കറക്കി കൊണ്ട് കൊടുക്കണം. മസാല എല്ലാം ഒന്ന് കഷ്ണത്തിലെല്ലാം ഒന്ന് പിടിക്കണം. എന്നിട്ട് നമുക്കിനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്ക് ചെയ്യാം. എന്നാൽ നമ്മൾ മീനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നുകൊണ്ട് നോക്കാം. മീനെല്ലാം നല്ലപോലെ വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഈ സമയത്ത് ഉപ്പൊക്കെ അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊണ്ട് കൊടുക്കണം. ഉപ്പ് അല്പം കുറവുണ്ട്, ബാക്കി പുളിയും എരിവെല്ലാം കറക്റ്റ് തന്നെയാണ്. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ഓക്കെയാണ്. ഇനി വീണ്ടും നമുക്ക് അടച്ചങ്ങോട്ട് വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ. 10 മിനിറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷേരി മുളക് റെഡിയാവും. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഇനി ഞാൻ തുറന്നു നോക്കാം. നമ്മുടെ മീൻകറി എല്ലാം ഏകദേശം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം മല്ലിയിലയാണ്. മല്ലിയില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത്
അങ്ങോട്ട് വെക്കണം. ചട്ടിയൊക്കെ അങ്ങോട്ട് തണുത്ത് ആ ഉപ്പും പുളി എരിവെല്ലാം കഷ്ണത്തിലൊക്കെ അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശേരി കറി ഇവിടെ നല്ല കിടിലൻ കറി ഉണ്ടാവും. ചാറൊക്കെ നല്ല പൊളിച്ചാറാണ്. ഇവയെല്ലാം കൂടെ തണുത്ത് ആ ഉപ്പും എരിയും പുളിയെല്ലാം നമ്മുടെ കഷ്ണത്തിലെല്ലാം കൊണ്ട് പിടിക്കണം. അന്നേരം നമ്മുടെ ശേരി മീൻകറി എല്ലാം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ തണുത്ത് നല്ല സെറ്റായി നല്ല കീടുമായിട്ടിരിക്കണം. ഇനി ഇവരെ എടുത്ത് നമ്മളുകൊണ്ട് ചോറിനകത്തോട്ട് അല്പം ചാറൊക്കെ ഒഴിച്ച് ഒരു കഷ്ണമൊക്കെ കൊണ്ട് എടുത്ത് നമ്മുടെ കഴിക്കും. നമ്മുടെ കിടിലായിട്ടുള്ള നമ്മുടെ ശേരി മീൻകറി.